Welcome back everybody. അപ്പോൾ നമ്മൾ IELTS ഫ്രീ ക്ലാസ് സീരീസിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ജനറൽ ട്രെയിനിങ്ങിന്റെ ടാസ്ക് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് അക്കാഡമിക്കിന്റെ ടാസ്ക് 1 ഡിസ്കസ് ചെയ്തിരുന്നു, റിപ്പോർട്ട് റൈറ്റിംഗ്. അതുപോലെ തന്നെ നമ്മൾ ടാസ്ക് 2 ഡിസ്കസ് ചെയ്തു അല്ലേ, എസ്സേ റൈറ്റിംഗും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ടാസ്ക് 2 സെയിം ആണ് അക്കാഡമിക്കിനും ജനറലിനും. അപ്പോൾ നമ്മൾ ഓൾറെഡി ടാസ്ക് 1 അക്കാഡമിക് ആൻഡ് എസ്സേ റൈറ്റിംഗ് ടാസ്ക് 2 അതും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജനറൽ ട്രെയിനിങ്കാർ ടാസ്ക് 2 എസ്സേ റൈറ്റിംഗ് ക്ലാസ് കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്, അതപ്പോൾ പോയി കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ ടാസ്ക് 1 ആണ്, നിങ്ങളുടെ ടാസ്ക് 1 ജനറൽ ട്രെയിനിങ്ങിൻ്റെ ടാസ്ക് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ലെറ്റർ റൈറ്റിംഗിൽ എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ലെറ്റർ എഴുതണം, അതിൻ്റെ ഫോമാറ്റ് എന്താണ് എന്നൊക്കെ നോക്കാം. ഓക്കെ, യെസ്. സോ എ ബ്രീഫ് ഓവർവ്യൂ ഓഫ് റൈറ്റിംഗ്. ഇത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് റൈറ്റിംഗ് നമുക്ക് ഓവറോൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലേ. ഞാൻ അക്കാഡമിക്കിൻ്റെ റൈറ്റിംഗ് ടാസ്ക് 1 ഈ ഓവർവ്യൂ പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ ടാസ്ക് 2ൻ്റെ വീഡിയോ നിങ്ങൾ ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ടാസ്ക് 1ൻ്റെ ഈ മൊത്തത്തിലുള്ള എന്താണ് ഐഡിയയും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. യെസ്, അപ്പം നമുക്കറിയാം IELTS റൈറ്റിംഗ് ഹാസ് 2 ടാസ്ക്സ് അല്ലേ. യെസ്, ആൻഡ് ഫോർ ജനറൽ ട്രെയിനിങ് ഇറ്റ് ഈസ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ റൈറ്റിംഗ്. ഓക്കെ, യെസ്, ആൻഡ് യു ക്യാൻ സീ ദ ഡ്യൂറേഷൻ ഈസ് 60 minutes. നമുക്കറിയാം റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 1 hour ടെസ്റ്റ് ആണ്, അപ്പം 60 minutes ആണ്. ആൻഡ് ഔട്ട് ഓഫ് വിച്ച് ടാസ്ക് 1 ഈസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 20 minutes ആൻഡ് ടാസ്ക് 2 ഈസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 40 minutes അല്ലേ. അപ്പോൾ ടാസ്ക് 1 ലെറ്റർ റൈറ്റിംഗ് നിങ്ങൾ 20 minutesലും ടാസ്ക് 2 എസ്സേ റൈറ്റിംഗ് നിങ്ങൾ 40 minutesലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു 1 hourൻ്റെ ഇടയ്ക്ക് ഒരു കൃത്യം ഡിവിഷൻ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഈ ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. മെയിൻലി ബിക്കോസ് നമ്മളുടെ വേർഡ് കൗണ്ടും രണ്ട് ടാസ്കിൻ്റെയും വേർഡ് കൗണ്ട് ഡിഫറെൻ്റ് ആണ്, അതുപോലെ അതിൻ്റെ മാർക്കിൻ്റെ വെയിറ്റേജും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓക്കെ ടൈം സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇനി നമുക്ക് നോക്കാം ബാൻഡ് സ്കോറിങ്ങിലുള്ള ഡിഫറൻസ് എന്താണ്. സോ ആസ് യു നോ ടോട്ടൽ ബാൻഡ് സ്കോർ ഇസ് ഔട്ട് ഓഫ് 9 അല്ലേ, ഔട്ട് ഓഫ് 9 ആണ്. സോ ബോത്ത് ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 ഈസ് സെപ്പറേറ്റ്ലി അസസ്ഡ് ഔട്ട് ഓഫ് 9. ടാസ്ക് 1ഉം 2ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 9ൽ നിന്ന് അസസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫൈനലി ഈ രണ്ടിൻ്റെയും കൂടെ മാർക്ക് മേർജ് ചെയ്തിട്ടാണ് നമ്മളുടെ റൈറ്റിംഗിൻ്റെ മാർക്ക് ഇടുന്നത്. അപ്പോൾ മേർജ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? ടാസ്ക് 1 ഈസ് വർത്ത് അബൌട്ട് 33% ഓഫ് ദ ടോട്ടൽ സ്കോർ, വൈൽ ടാസ്ക് 2 ഈസ് വർത്ത് അബൌട്ട് 66 or 67% ഓഫ് ദ ടോട്ടൽ സ്കോർ, വിച്ച് മീൻസ് ടാസ്ക് 1ൻ്റെ 9ൽ നിന്ന് കിട്ടുന്ന മാർക്കിൽ നിന്ന് നമ്മളൊരു 33-34% എടുക്കും, ടാസ്ക് 2ൻ്റെ ഒരു 66-67% എടുക്കും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ റൈറ്റിങ്ങിൻ്റെ ടോട്ടൽ മാർക്ക് ഇടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ടാസ്ക് 1ൻ്റെ ഡബിൾ ദ വെയിറ്റേജ് ആണ് ടാസ്ക് 2വിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ടൈം ടാസ്ക് 1ന് പകുതിയും അതിൻ്റെ ഇരട്ടി ടൈം ടാസ്ക് 2വിന് വരുന്നതും. ഓക്കെ, അതുപോലെ തന്നെ വേർഡ് കൗണ്ടും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേർഡ് കൗണ്ടും കൂടെ നോക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വേർഡ് കൗണ്ട് ഓഫ് ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2, the time that you are supposed to complete task 1 and task 2, and also the weightage of task 1 and task 2. Okay, yes. അപ്പോൾ വേർഡ് കൗണ്ട് എത്രയാണ്? നമ്മളുടെ ടാസ്ക് 1ൻ്റെ വേർഡ് കൗണ്ട് is minimum 150 words എന്നാണ് അവർ പറയുന്നത് ക്വസ്റ്റനിൽ. മിനിമം 150 words, which means you are supposed to complete the task between ഒരു 160 എങ്കിലും നിങ്ങൾ എഴുതണം. മിനിമം 150 എന്നല്ലേ പറയുന്നത്, അപ്പോൾ നമ്മളൊരു 160 എങ്കിലും എഴുതണം. സോ ഒരു 160 to 180 അല്ലെങ്കിൽ 200 വരെയൊക്കെ ആ ഒരു റേഞ്ചിലാണ് നമ്മളുടെ എന്താണ് വേർഡ് കൗണ്ട് വരേണ്ടത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ് കൗണ്ട് എപ്പോഴും മീറ്റ് ചെയ്യണം. അത് നമ്മളുടെ ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയയുടെ ഭാഗമാണ്. നമ്മളുടെ വേർഡ് കൗണ്ട് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, മിനിമം അതായത് 150ൽ താഴെ ഒരിക്കലും പോകാൻ പാടില്ല. ഫൈൻ. ഇനിയും നമ്മൾ ടൈം 20 minutes എന്നുള്ളത് എപ്പോഴും 20 minutesൽ തീരുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആക്കണം ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ വെയിറ്റേജ് വിച്ച് ഇസ് 33-34% ഓഫ് ദി ടോട്ടൽ സ്കോർ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇനിയും നമുക്ക് ലെറ്റർ റൈറ്റിംഗ്, ഇതായിരുന്നു നമ്മുടെ റൈറ്റിംഗ് ടെസ്റ്റിൻ്റെ ഫോമാറ്റ്. ഇനി നമുക്ക് ലെറ്റർ റൈറ്റിംഗ് എന്താണെന്നുള്ളത് നോക്കി തുടങ്ങാം. ഓക്കെ, യെസ്. So the IELTS general training writing task 1 assesses your ability to communicate effectively through letter writing. Yes, definitely letter writing കൂടെ എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ GT ആണല്ലോ, അപ്പം നമുക്ക് കോമൺ ആയിട്ട് പലർക്കും ലെറ്റർ ഒക്കെ എഴുതേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ലെറ്ററിൽ കൂടെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാമോ, എഴുതാൻ അറിയാമോ എന്നുള്ളതാണ്. യെസ്. measures your ability to communicate about practical issues. Yes, everyday practical issues പല ആൾക്കാർക്ക് ലെറ്റർ എഴുതുന്നതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. യെസ്, ദിസ് ഇസ് ദ മെയിൻ ടാസ്ക് ഫോർ യു. ആൻഡ് ലെറ്റർ റൈറ്റിങ്ങിലേക്ക് വരുമ്പം നമുക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെറ്റർ ഉണ്ട്? ഇനിയും നമുക്ക് മെയിൻലി 3 ടൈപ്പ് ഓഫ് ലെറ്റർ ഉണ്ട് ജനറൽ ട്രെയിനിങ്ങിന്. ഓക്കെ, ഇൻഫോർമൽ,
സെമി ഫോമൽ ആൻഡ് ഫോമൽ ലെറ്റേഴ്സ്. 3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സും എഴുതുമ്പം കുറച്ച് ബേസിക് ഫോമാറ്റ് സെയിം ആണ്, പക്ഷേ ഫോമാറ്റിനുള്ളിൽ ഓരോന്നും എഴുതേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് നോക്കാം ഈ 3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്ന്. യെസ്, ഇൻഫോർമൽ ലെറ്റർ എന്താണ്? ഇൻഫോർമൽ ഓർ പേഴ്സണൽ ലെറ്റർ. വെൻ യു നോ സം വൺ പേഴ്സണലി, ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ് ഓർ ഫാമിലി. ഓക്കെ, അപ്പം നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾക്കാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ അതാണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പം പൊതുവേ നമ്മൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിക്കോ ഒക്കെ ലെറ്റർ എഴുതുമ്പോൾ അതൊരു ഇൻഫോർമൽ ലെറ്ററുകളാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് അല്ലെങ്കിൽ ടോൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ സെമി ഫോമൽ ലെറ്റർ ഏതൊക്കെ സിറ്റുവേഷനിലാണ് എഴുതുന്നത്? ഈ സെമി ഫോമൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ? യെസ്, സെമി ഫോമൽ വെൻ യു നോ ദ പേഴ്സൺ ബട്ട് നോട്ട് എ ഫ്രണ്ട് ഓഫ് യോഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട് അല്ല, നിങ്ങളുടെ അത്രയും ക്ലോസ് അല്ല, പക്ഷെ നമുക്ക് പേഴ്സണെ അറിയാം, എന്നാൽ ഫാമിലിയോ ഫ്രണ്ടോ അല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് എഴുതാം? സെമി ഫോമൽ എഴുതാം. അതുപോലെ ഫോമൽ എപ്പോഴാണ് നമ്മൾ എഴുതേണ്ടത്? വെൻ യു ഡു നോട്ട് നോ ദ പേഴ്സൺ. നമുക്ക് പേഴ്സണെ കൃത്യമായിട്ട് ആരാണെന്ന് അറിയില്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ലെറ്റർ എഴുതേണ്ടത്? ഫോമൽ ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് 3 ടൈപ്സ് ഓഫ് ലെറ്റർ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിപ്പോൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓരോന്നിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, ഓരോന്നിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. അസസ്മെൻറ്റ് ക്രൈറ്റീരിയ വെച്ച് ഇതെങ്ങനെ എഴുതണം എന്നെല്ലാം ഡിസ്കസ് ചെയ്യണം. സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. യെസ്, അപ്പം നമുക്കിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫുൾ ക്ലാസ് വീഡിയോയിലായിരിക്കും നമ്മൾ പറയുന്നത്. അത് നമ്മളുടെ ഫുൾ ക്ലാസ് വീഡിയോ നമ്മളുടെ ടെലിഗ്രാം ചാനലിലാണുള്ളത്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി നമ്മളുടെ GTയുടെ ഫുൾ ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് കാണുക. ഓക്കെ, ബൈ.